ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അഭിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 85. നമോ വാകം ബ്രൂമോ നയനരമണീയായ പദയോഃ തവാസ്മൈ ദ്വന്ദ്വായ സ്ഫുടരുചിരസാലക്തകവതേ അസൂയത്യത്യന്തം യദഭിഹനനായ സ്പൃഹയത്തെ പശൂനാമീശാനഃ പ്രമദവനകങ്കേളിതരവേ. അല്ലയോ മഹാത്രിപുരസുന്ദരി, കണ്ണുകൾക്ക് ഏറ്റവും മോഹനമായിരിക്കുന്ന അതീവ ശോഭയേറിയ ചെമ്പഞ്ഞിച്ചാറിൻ്റെ ലേപന കാന്തിയോടും കൂടിയ നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. നിന്തിരുവടി കൈലാസത്തിൽ അവിടുത്തെ ഉദ്യാനത്തിലെ അശോകമരം അവിടുത്തെ പാദങ്ങൾ കൊണ്ടുള്ള ചവിട്ടേൽക്കുന്നതിനായി ആഗ്രഹിക്കുന്നു. കാരണം സുന്ദരിമാരുടെ പാദങ്ങളാൽ ചവിട്ടേറ്റാൽ മാത്രമേ അശോകം പൂവിടുകയുള്ളൂ എന്ന് പറയുന്നു. ഈ അശോകമരത്തിനോട് മഹാദേവന് അസൂയയാണെന്ന് പറയുകയാണ് ഇവിടെ. കാരണം അവയ്ക്ക് ദേവിയുടെ പാദസ്പർശമേൽക്കാനുള്ള ഭാഗ്യമുണ്ടല്ലോ. ആ പാദസ്പർശം തനിക്കു മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് ശ്രീ പരമേശ്വരൻ ചിന്തിക്കുന്നു. കാരണം പതിയും പത്നിയുമായ ഇവരുടെ പ്രണയ കലഹത്തിനൊടുവിൽ മഹാദേവൻ അമ്മയുടെ പാദങ്ങളിൽ പിടിച്ച് ക്ഷമ പറയുമത്രേ. അപ്പോൾ ശ്രീദേവി തൻ്റെ കാലുകളെ കുടഞ്ഞകറ്റും. ആ സമയത്ത് ശ്രീദേവിയുടെ പാദകമലം ശ്രീ മഹാദേവൻ്റെ ശിരസിനെ സ്പർശിക്കുമെന്ന് പറയുന്നു. ആ സ്പർശനാനുഗ്രഹം തനിക്കു മാത്രം അനുഭവമാകേണ്ടതാണെന്നും അത് പൂങ്കാവനത്തിലെ അശോകമരത്തിനും ലഭിക്കുന്നതുകൊണ്ട് അതിനോട് ശ്രീ പരമേശ്വരന് അസൂയയാണെന്നും അതിശയോക്തിയോടെ പറയുകയാണ് ഇവിടെ. നമോ വാകം ബ്രൂമോ നയനരമണീയായ പദയോഃ തവാസ്മൈ ദ്വന്ദ്വായ സ്ഫുടരുചിരസാലക്തകവതേ അസൂയത്യത്യന്തം യദഭിഹനനായ സ്പൃഹയത്തെ പശൂനാമീശാനഃ പ്രമദവനകങ്കേളിതരവേ. ശ്ലോകം 86. മൃഷാ കൃത്വാ ഗോത്രസ്ഖലനമധവൈലക്ഷണമിതം ലലാടേ ഭർത്താരം ചരണകമലേ താടയതി തേ ചിരാദന്തശല്യം ദഹനകൃതമുന്മീലിതവതാ തുലാകോടിക്വാണൈഃ കിലികിലിതമീശാനരിപുണാ. ഇവിടെ ജഗജ്ജനനിയായ ശ്രീ പരമേശ്വര പത്നിയായ അംബികയുടെ ശ്രീപാദാരവിന്ദങ്ങളെ ശോഭനമാക്കുന്ന പാദസരത്തിൻ്റെ ശബ്ദഭംഗിയെ കവി സങ്കല്പവർണ്ണനയിലൂടെ വിവരിക്കുകയാണ്. ശ്രീ മഹാദേവനും ശ്രീദേവിയും തമ്മിലുള്ള പ്രണയസല്ലാപമാണ് പറയുന്നത്. അല്ലയോ ശൃംഗാരസമ്പൂർണയായ ദേവി, പ്രണയസല്ലാപത്തിനിടയിൽ ശ്രീ മഹാദേവൻ പെട്ടെന്ന് അന്യനാരിയുടെ നാമം ഉച്ചരിക്കുന്നു. തെറ്റ് മനസ്സിലാക്കിയ ഉടനെ അദ്ദേഹം ലജ്ജിച്ചു തല താഴ്ത്തുന്നു. ഇങ്ങനെ തലകുനിച്ച പതിയായ പരമേശ്വരനെ പ്രേമത്താലുണ്ടായ കോപത്തോടെ നിന്തിരുവടി പാദങ്ങൾ കൊണ്ട് തൊഴിക്കുന്നു. അപ്പോൾ പാദസരങ്ങളിൽ നിന്നുളവാകുന്ന ജിലിജുലാരവം മന്മഥൻ പുറപ്പെടുവിക്കുന്ന ജയശബ്ദമാണെന്ന് പറയുകയാണിവിടെ. കാരണം മന്മഥന് തന്നെ ദഹിപ്പിച്ചതിലുള്ള വൈരം മഹാദേവനോട് ഉണ്ടായിരുന്നു എന്നും
നിന്തിരുവടി തൻ്റെ പാദങ്ങളാൽ മഹാദേവൻ്റെ നെറ്റിയിൽ ചവിട്ടുമ്പോൾ തൻ്റെ വൈരമെല്ലാം ഉപേക്ഷിച്ച് മന്മഥൻ അമ്മയുടെ കാൽ ചിലമ്പുകളിലൂടെ ജയസൂചകമായ കിലുകിലാ ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഇവിടെ മഹാദേവനുമേൽ മന്മഥൻ തൻ്റെ വിജയം ആഘോഷിക്കുകയാണെന്ന് അതിശയോക്തിയോടെ പറയുകയാണ്. ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിതശ്രീ പദാംബുജായേ നമ എന്ന് ലളിതാ സഹസ്രനാമവും പറയുന്നു. ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിതശ്രീ പദാംബുജയാണ് ദേവി. മൃഷാ കൃത്വാ ഗോത്രസ്ഖലനമധവൈലക്ഷണമിതം ലലാटे ഭർത്താരം ചരണകമലേ താടയതി തേ ചിരാദന്തശല്യം ദഹനകൃതമുന്മീലിതവതാ തുലാകോടിക്വാണൈഃ കിലികിലിതമീശാനരിപുണാ. ശ്ലോകം 87. ഹിമാനീഹന്തവ്യം ഹിമഗിരിനിവാസൈകചതുരൗ നിശായാം നിദ്രാണം നിശിചരമഭാഗേ ച വിശദൗ വരം ലക്ഷ്മീപാത്രം ശ്രിയമതിസൃജന്തൗ സമയിനാം സരോജം ത്വത്പാദൗ ജനനി ജയതശ്ചിത്രമിഹ കിം. വീണ്ടും അമ്മയുടെ ചെന്താമര തോറ്റുപോകുന്ന തൃപ്പാദങ്ങളുടെ വർണ്ണനയാണ്. അല്ലയോ ജഗന്മാതാവേ, നിന്തിരുവടിയുടെ പാദങ്ങൾ ചെന്താമരപ്പൂവിനെ ജയിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരാശ്ചര്യവുമില്ല. കാരണം ചെന്താമരപ്പൂവ് ഹിമസമൂഹത്തിൽ നാശത്തെ പ്രാപിക്കുകയും രാത്രിയിൽ കൂമ്പിപ്പോകുന്നതും ശ്രീലക്ഷ്മിയുടെ ഇരിപ്പിടവുമാകുന്നു. എന്നാൽ നിന്തിരുവടി അവിടുത്തെ തൃപ്പാദ പത്മങ്ങളാകട്ടെ സർവദാ ഹിമഗിരിയിൽ വസിക്കുന്നു. അവയ്ക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അവ രാത്രിയിൽ കൂമ്പിപ്പോകുന്നുമില്ല. രാവും പകലും എപ്പോഴും അവ പ്രസന്നവും നിർമ്മലവുമായി ശോഭിക്കുന്നു. അതേപോലെ ആ തൃപ്പാദ പത്മങ്ങളെ അഭയം പ്രാപിക്കുന്നവർക്ക് എല്ലായ്പ്പോഴും ലക്ഷ്മിയെ പ്രദാനം ചെയ്യാൻ, അതായത് സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യാൻ സദാ സന്നദ്ധമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിന്തിരുവടി അവിടുത്തെ പാദങ്ങൾ ചെന്താമരയെ ജയിക്കുന്നതിൽ എന്താണ് അതിശയമെന്നാണ് കവി ചോദിക്കുന്നത്. ഹിമാനീഹന്തവ്യം ഹിമഗിരിനിവാസൈകചതുരൗ നിശായാം നിദ്രാണം നിശിചരമഭാഗേ ച വിശദൗ വരം ലക്ഷ്മീപാത്രം ശ്രിയമതിസൃജന്തൗ സമയിനാം സരോജം ത്വത്പാദൗ ജനനി ജയതശ്ചിത്രമിഹ കിം. ഹരി ഓം നാരായണ. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.